ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ചില ദിവസമെല്ലാം നമ്മൾ അരി പുതിർക്കാൻ മറന്നിട്ട് രാവിലെ ഇനി എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഗോതമ്പാവ് ഉണ്ടാകും, പക്ഷെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ സമയം എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അതിനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ബിഗിനേഴ്സിനും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് എല്ലാം എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഗോതമ്പ് പൊടി നമ്മുടെ എല്ലാം വീട്ടിൽ ഉണ്ടാവുമല്ലോ. ഗോതമ്പ് പൊടിയും അതിലേക്ക് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിന്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പൊടിക്ക് മുന്നിൽ വെക്കണം. കാരണം ഇതിൽ പിന്നെ തക്കാളി ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് കൈകൊണ്ട് കുഴക്കുന്ന ഒന്നുകൂടി എളുപ്പമാണ്. ഞാനിപ്പോൾ ഇവിടെ കയ്യിലുകൊണ്ട് അന്ന് കുഴക്കുന്നത്. അപ്പോൾ കുഴച്ച് ആയിട്ടാകുമ്പം അതിലെ കട്ടകളെല്ലാം ഉടച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കിയെടുക്കണം. അതിന് ഞാനിപ്പോൾ ഇവിടെ 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി അതും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1 സവാള അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർക്കുക. അതിൽ തക്കാളീൻ്റെ കഷ്ണം കുടുങ്ങിപ്പോയതാണ്. പിന്നെ കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 തക്കാളി അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്, ഇത് കുറച്ചും കൂടി ചെറുതാക്കാം കേട്ടോ. പിന്നെ 1 വെളുത്തുള്ളി നന്നായി ചതക്കണേ, കഷ്ണം കടിക്കാനൊന്നും വേണം. ഒന്നല്ല, 4 വെളുത്തുള്ളി, 3-4 വെളുത്തുള്ളി. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നമ്മളെ ഇതില്ലേ പനിക്കൂർക്ക ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മല്ലിയില അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളകിന് പകരം നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. പച്ചമുളക് കടിക്കുന്നത് കുട്ടികൾക്കും നമുക്ക് തന്നെ ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുതന്നെ ചേർക്കാം. എന്നിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ പരത്തിയിട്ട് നന്നായിട്ട് പൊരിയണം കേട്ടോ. അധികം വെളിച്ചെണ്ണ ചേർക്കണ്ട. നമ്മൾ സാധാരണ ദോശക്കൊക്കെ ചേർക്കുന്ന മാതിരി വെളിച്ചെണ്ണ സൈഡിലൂടെ ചേർക്കണം. ഇതിൽ കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നുന്നതാണ്, അത്രയധികം ഒന്നും ചേർത്തിട്ടില്ല. അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എണ്ണ ഇങ്ങനെ കാണുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മറിച്ചിട്ടിട്ട് ഇത് കുറച്ച് സമയം അടച്ച് വേവിക്കണം. അത് കഴിഞ്ഞിട്ടാണ് മറിച്ചിട്ടിട്ട് കുറച്ച് സമയം വെക്കുക. മറിച്ചിട്ടാൽ പിന്നെ അടച്ച് വെക്കണ്ട. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെന്ത് പൊരിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. അങ്ങനെ ഞാൻ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമുക്ക് വേണമെങ്കിൽ തക്കാളി ചട്നിയോ ഉള്ളി ചട്നിയോ അല്ല നമ്മൾ സാധാരണ തേങ്ങ ചട്നിയോ ചേർത്തിട്ട് കഴിക്കാം. ഞാനിവിടെ ഒരു ബുൾസൈയും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്.